നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. എലിഫന്റ് ആംബുലൻസിൽ കയറ്റാൻ ശ്രമം. കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകി. കൊമ്പനെ ബന്ദിപ്പൂരിലേക്ക് അയക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. 8 VC-മാർക്ക് ഗവർണറുടെ അന്ത്യശ്വാസം. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് 1 മാസത്തിനുള്ളിൽ പ്രതിനിധിയെ നൽകണം. ഇല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി ഉണ്ടാക്കി നിയമനം നടത്തുമെന്നും മുന്നറിയിപ്പ്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് CPIM. കേന്ദ്ര റെയിൽവേ മന്ത്രി കള്ളം പറയുന്നുവെന്ന MV ഗോവിന്ദൻ. കേരളത്തിന്റെ പൊതുക്കടം കുറഞ്ഞുവെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര കടം വർദ്ധിച്ചു. സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച. എക്സാലോജിക് വിവാദത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതിയിലെ കേസിന് പിന്നിൽ BJP എന്ന MV ഗോവിന്ദൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം. ഹേമന്ത് സോറന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടൻ വിജയ്. തമിഴക വെട്രിം കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നിയമസഭയിലേക്ക് പാർട്ടി രംഗത്തുണ്ടാകുമെന്നും തമിഴ് സൂപ്പർ താരം. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 336 റൺസ് നേടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യയെ കൂറ്റൻ സ്കോറിലെത്തിച്ച് യശസ്വി ജയ്സ്വാൾ.